അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിഖഹിന്റെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അറിയിക്കുള്ളത്. ഫിഖഹിൽ നിങ്ങൾ പഠിച്ചത് ഒന്നോ പ്യൂരിഫിക്കേഷൻ ആണ്, പിന്നെ ഒന്നോ അത് ഒന്നുകാണ് സിഫത്തുൽ ഒന്നുഹിനെ പെർഫോം ഒന്നു പ്യൂരിഫിക്കേഷൻ. ഒരു ലെസണിൽ നിങ്ങൾ വർക്ക് ബുക്കിൽ എഴുതിയതും പഠിച്ചതും രണ്ട് വിഷയം. ഒന്നും എന്തിനാണ് വെരിഫിക്കേഷൻ, ആരാണ് കമ്പൾസറി, എന്തിനാണ് കമ്പൾസറി ആക്കേണ്ടത്? ജനങ്ങളിൽ അള്ളാഹു കമാൻഡഡ് ആണ്. വെരിഫിക്കേഷൻ കമ്പൾസറി ആക്കേണ്ടത് അള്ളാഹു കമാൻഡഡ് ആക്കിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് വെരിഫിക്കേഷൻ ആക്കണം. അപ്പോൾ നിസ്കരിക്കുന്നവർക്ക് ഞങ്ങൾ ക്ലീന് വേണ്ട വിഷയം ഏതെല്ലാം ഭാഗത്തിൽ ഇല്ലെങ്കിൽ ഞങ്ങളെ ബോഡിയിൽ, പിന്നെ ഞങ്ങളെ ഷർട്ടിൽ, ഞങ്ങളെ ബോഡിയിൽ, പിന്നെ ഞങ്ങളെ നിസ്കരിക്കുന്ന പ്ലേസിൽ, മൂന്ന് ജാഗയിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതായത് പ്യൂരിഫിക്കേഷന്റെ പിന്നൊരു ഭാഗമാണ് റിമൂവിങ് ഇംപ്യൂരിറ്റീസ്, അതായത് നജസ്സുകൾ, മൂത്രങ്ങൾ എല്ലാം ഇല്ലാതാക്കുന്നതിന് ക്ലീനാന്താണ് മെയിനായിട്ട് പ്യൂരിഫിക്കേഷന്റെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ചിട്ടാണ്. ഇതാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ പാഠത്തിലാണ് പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് പ്യൂരിഫിക്കേഷന്റെ മെയിൻ ഭാഗം നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒന്നു കൊടുക്കുന്ന ചിട്ടാണ്. അപ്പൊ ആ ഒതു കൊടുക്കുന്നത് എങ്ങനെ? ഒരാൾ ഒതു കൊടുക്കുന്നെങ്കിൽ എങ്ങനെ? അവിടെ അബ്ദുള്ളയും ഉമറും പരസ്പരം കോൺവെർസേഷൻ ആക്കിയതുപോലെ, ഡിസ്കസ് ആക്കിയതുപോലെ അവിടെ പഠിപ്പിക്കുന്നതിൽ ഫസ്റ്റ്ക്ക് ഒതു കൊടുക്കുമ്പോൾ ഞാൻ എന്താക്കണേ? ഞാൻ ഐ മേക്ക് ദ ഇന്റൻഷൻ ഓഫ് ഒതു ഇൻ മൈ ഹാർട്ട്. എൻ്റെ മനസ്സിൽ ഞാൻ എന്താക്കുന്നത്? ഒന്നാമത്തെ വിഷയം ചില്ലത് മനസ്സിൽ ഞാൻ ഇന്റൻഷൻ, നീയത്ത് വെക്കണം, ഇന്റൻഷൻ. രണ്ടാമത്തത് ഐ സേ ബിസ്മില്ല. ഐ സേ ബിസ്മില്ല, ഇതാണ് പഠിക്കുന്നത്. ഒന്ന് ഇന്റൻഷൻ ഇൻ മൈ ഹാർട്ട്, രണ്ടാമത് ഐ സേ ബിസ്മില്ല. മൂന്നാമതായിട്ട് ഐ വാഷ് ബോത്ത് മൈ ഹാൻഡ്സ്, അതാണ് ഞാൻ പഠിക്കാനുള്ളത്. അത് എങ്ങനെയായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂടെ പഠിപ്പിക്കുന്നത്. ഐ വാഷ് മൈ ബോത്ത് പാംസ് 3 times. എൻ്റെ രണ്ട് പാംസുകൾ ഞാൻ എന്താക്കണം? 3 times വാഷ് ആക്കുന്നത്. ഇങ്ങനെ അതെങ്ങനെ ചെയ്തിട്ടെങ്കിൽ അതല്ല ഇവിടുന്നല്ല ഇന്റൻഷൻ ആയാലേ. പിന്നെ ബിസ്മില്ല ചേർന്ന് ബിസ്മില്ല ചെല്ലിട്ട് കൈ ഇങ്ങനെ തന്നെ എടുക്കുന്നത്, തന്നെ എടുത്തിട്ട് വാട്ടർ ഇങ്ങനെ എടുത്തിട്ട് ഐ വാഷ് ബോത്ത് മൈ ഹാൻഡ്സ് 3 times. 3 times അങ്ങനെ കണിക്കുന്നത്. അതിന് മുന്നേ ഇതാക്കിയ പിന്നെ ഞാൻ എന്താക്കണം? പല്ല് തേച്ചിക്കണം. പല്ല് തേച്ചിട്ട് അത് സുന്നത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാംസോ കന്ന വിഷയമാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് ഹാൻഡ് കന്ന്, രണ്ട് ഹാൻഡ്. ഓക്കെ, രണ്ട് ഹാൻഡും ചന്തായിട്ട് കതറും. കടല്ലേ ഫസ്റ്റ് ഐ വാഷ് ബോത്ത് മൈ ഹാൻഡ്സ് 3 times. അങ്ങനെയാണ് ചിലത്. ഐ വാഷ് ബോത്ത് മൈ ഹാൻഡ്സ് 3 times. അതെ, പിന്നെ ആ അതായത് ഐ റിൻസ് മൈ മൗത്ത്, അതിന് മൗത്ത് കിടക്കുന്ന ഐ റിൻസ് മൈ മൗത്ത് ആൻഡ് ഇൻഹാൽ വാട്ടർ. മൈ മൗത്ത് ആൻഡ് മൈ inhale water into my nose 3 times. I rinse my mouth and inhale water into my nose 3 times. ഓക്കെ നോക്കി, കൈ എടുക്കുന്ന ബായിക്ക് തന്നെ വെക്കുന്ന ഗുളു ഗുളു ആക്കും, പിന്നെ മൂക്ക് ഇതാക്കും, അങ്ങനെ 3 times ആക്കും. I rinse my mouth and inhale water into my nose 3 times. ഓക്കെ, ഇതായി. ഇതാണ് ഞാൻ ചെറുതായിട്ട് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കണം? അല്ലെങ്കിൽ മൂന്നാമത് നീ വെക്കേണ്ടത് വാട്ടർ എടുത്തിട്ട്, കറക്റ്റ് വാട്ടർ എടുത്തിട്ട് വാഷ് ആക്കും. ഐ വാഷ് മൈ ഫേസ്, ഐ വാഷ് മൈ ഫേസ് 3 times. ഐ വാഷ് മൈ ഫേസ് 3 times. ഫുള്ള് മീഡ് ഫേസിൽ മീഡ് ഫുള്ളായിട്ട് കഥണം. താടി കത്തുന്നവരും ആ താടി തിക്കി തിക്കിയിട്ടാണ് കഥേണ്ടത്.
അങ്ങനെ ഫുൾ ടൈം. അതായിട്ട് വാഷ് മൈ ഫേസ് 3 ടൈംസ് ആയ പിന്നെ ഞങ്ങൾക്ക് ഇതാക്കാനുള്ളത് ഹാൻഡാണ്. ഹാൻഡ് കണ്ട് നോക്കി. ഐ വാഷ് ബോത്ത് മൈ ഹാൻഡ്സ്. ഞാൻ രണ്ട് ഹാൻഡും ഫ്രം ദ ഫിംഗർ ടിപ്സ് ടു മൈ എൽബോ 3 ടൈംസ്. ഫിംഗറിന്ന് എൽബോ തോളത്, എൽബോ ആണ് കാണിക്കുന്നത്, ആ ഭാഗങ്ങൾ എൽബോ ആണ്. അവിടുത്തെ 3 ടൈംസ് കഴുകണം. ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് കഥേണ്ടത്, അങ്ങനെ 3 ടൈംസ് കഴുകണം. എന്താ ക്ലീൻ ആയിട്ട് അത് നോക്കി. അപ്പൊ അതെന്താണ്? ഐ വാഷ് ബോത്ത് മൈ ഹാൻഡ്സ് ഫ്രം ദ ഫിംഗർ ടിപ്സ് മൈ എൽബോസ് 3 ടൈംസ്. ദ ലെഫ്റ്റ് ഹാൻഡ് അങ്ങനെ 3 ടൈംസ്. ഇനി നെക്സ്റ്റ് ഐ വൈപ്പ് മൈ ഹെഡ്. ഓക്കെ, ഹെഡ് വൈപ്പ് ആക്കുന്നത്. ഐ വൈപ്പ് മൈ ഹെഡ് വിത്ത് ബോത്ത് മൈ ഇയേഴ്സ് വൺസ്. ഒരിക്കൽ കാത് കഥ. ഐ മൈ മൈ ഹെഡ് വൈപ്പ് മൈ ഹെഡ് വൈപ്പ് ആക്കുന്ന ഹെഡ് ഇതാണ് പെരഡിയോ ലാസ്റ്റ് തോളം എൻഡിങ് അത്തോളം. അതേപോലെ റിട്ടേൺ അവിടേക്കാണ് നിങ്ങൾ സ്റ്റാർട്ട് പോയിന്റിങ് അവിടത്തോളം പറഞ്ഞു. എൻഡിങ്ങോടെ ഞാൻ കിട്ടി. ദെൻ റിട്ടേൺ അവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടേക്ക് പറഞ്ഞു. അവിടേക്ക് വന്നിട്ട് പിന്നെ അതേ വാട്ടറിൽ എന്താക്കണം ഈർക്കഥ വൺസ്. അപ്പോൾ എന്ത് ചെയ്യില്ല ഞാൻ ഐ വൈപ്പ് മൈ ഹെഡ്. ഓക്കെ, ഇയറിൻ്റെ അവിടെ ഐ വൈപ്പ് മൈ ഹെഡ് വിത്ത് ബോത്ത് മൈ ഇയേഴ്സ് വൺസ് ടൈം. രണ്ടും വൺസ് ടൈമാണ്, ഒരേ വാട്ടറിലാണ് കഥണ്ടേ. അതാണ് ഇയേഴ്സിൻ്റെ ഇന്റർണൽ നോക്കി എക്സ്റ്റേണൽ നോക്കി ഉള്ളും പുറയും. ഇനിയാണ് ലാസ്റ്റ് ആക്കേണ്ടത് ഐ വാഷ് മൈ ബോത്ത് ഐ വാഷ് ബോത്ത് മൈ ലെഗ്സ്. രണ്ടും ലെഗുകൾ അപ് ടു ദ ആങ്കിൾസ് 3 ടൈംസ്. അത് ഫീറ്റ് തുടങ്ങിയിട്ട് ആങ്കിൾസ് വരെ ചന്തായിട്ട്. ഓക്കെ, അങ്ങനെ തിക്കി തിക്കി കഥ കാണിക്കുന്നത് നോക്കി. തിക്കി തിക്കിയിട്ടാണ് അത് കഥേണ്ടത്. രണ്ട് ആങ്കിൾസ് ഓരോ കഥ കയ്യിലാണ്, അതായത് ലെഫ്റ്റ് ഹാൻഡിലാണ് കഥേണ്ടത്. രണ്ട് ലെഗിന് ലെഫ്റ്റ് ഹാൻഡിൽ കഥ ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട്. കാൽ മാത്രം വെക്കുന്നല്ല തണ്ണിക്ക്. അതിന് ഞങ്ങൾ എന്താക്കണം, ഞങ്ങളെ ഹാൻഡിൽ എന്താക്കണം സ്പ്രെഡ് ആക്കും തണ്ണിയെല്ലാം. ഓക്കെ, ഇതാണ് കാല് കഥ വിഷയം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ദ്വാരിക്കേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീൻ. അത്ര വിഷയമാക്കിയെങ്കിൽ ഒന്നു കംപ്ലീറ്റ് ആണ്. ഇത് നിങ്ങൾ ദുആന്റെ ക്ലാസ്സിൽ പഠിച്ചിരിക്കും. ഒന്നു ദുആന്റെ ഒന്നുകൾ ഒന്നുവിൻ്റെ ദുആ ഉണ്ട്. ബിസ്മില്ല ചെന്നതും പിന്നെ അതിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒന്നുവിൻ്റെ ദുആ എന്ത് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് ദുആ ബുക്കിലുണ്ട്. അപ്പോൾ അതും കൂടി ഇരിച്ചില്ലെങ്കിൽ ഫുൾ മാർക്ക് ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.